ഇവിടെ വെള്ളാപ്പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞ വാചകങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകണം. ഞാൻ വെള്ളാപ്പള്ളി എൻഡോഴ്സ് ചെയ്യാനോ വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കാനോ അല്ല. പക്ഷേ വെള്ളാപ്പള്ളിയെ മാത്രം പറയുന്നതിലെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ മാത്രം പിൻ പോയിന്റ് ചെയ്യുന്നതിനകത്തെ ഒരു ഗൂഢലക്ഷ്യമുണ്ട്. ആ ഗൂഢലക്ഷ്യം കേരളം തിരിച്ചറിയാതെ പോകരുത്. പറയട്ടെ, വെള്ളാപ്പള്ളിക്ക് വിലക്കില്ലേ എന്നതാണല്ലോ ചോദ്യം. ഞാൻ അതിന്റെ എന്റെ ഉത്തരത്തിലേക്ക് വരികയാണ്. ഞാൻ താങ്കൾ പറഞ്ഞപ്പോൾ ഇടപെട്ടില്ലല്ലോ, പൂർണ്ണമായും പറഞ്ഞ് പൂർത്തിയാക്കിയല്ലോ. അതിൽ സമസ്തയുടെ കാര്യത്തിലടക്കം വളച്ചൊടിക്കാൻ ശ്രമിച്ചതിൽ പോലും ഞാൻ ഇടപെട്ടിട്ടില്ല. ഓണം ക്രിസ്മസ് അവധി കുറച്ച് സ്കൂൾ സമയം ക്രമീകരിക്കാനുള്ളത് സമസ്ത മുന്നോട്ട് വെച്ച 3 നിർദ്ദേശങ്ങളിൽ ഒന്നാണ്. അത് സമസ്ത സർക്കാരിന് മുന്നിൽ വെച്ച നിർദ്ദേശമാണ്. അതായത് ഓണം ക്രിസ്മസ് അവധി അതിൽ നിന്ന് കുറച്ച് ദിവസങ്ങൾ എടുത്തുകൊണ്ട് ഈ സ്കൂൾ സമയം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പുനഃക്രമീകരിക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തൂ എന്ന നിർദ്ദേശമാണ് സമസ്ത മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സർക്കാരിന്റെ നയം തിരുത്തുന്നതിന് സംഘടനകൾക്ക് അവസരം കൊടുക്കുന്നതിനായി അവരുടെ ചർച്ചകളിലേക്ക് ഒരു ചർച്ചയുമില്ല, നിലപാട് ഇതാണ് എന്ന് ആർജവത്തോടെ പറഞ്ഞ വി ശിവൻകുട്ടിക്ക് തൊട്ടടുത്ത ദിവസം പ്ലേറ്റ് മറിച്ചിടുന്നത് പോലെ മറിച്ചിടേണ്ടി വന്ന സാഹചര്യം കേരളം കണ്ടതാണ്. അതുപോലെ തന്നെയാണ് വെള്ളാപ്പള്ളിക്കും കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പോയിന്റ് അതാണ്. അതായത് ഒരു ഭാഗത്ത് സമസ്തയ്ക്ക് കീഴടങ്ങുന്നു, മറുഭാഗത്ത് വെള്ളാപ്പള്ളി എന്ത് പറഞ്ഞാലും മലപ്പുറം പ്രസംഗത്തിന് ശേഷം തൊട്ടടുത്തയാഴ്ച നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പോകാതിരുന്നെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു നിലപാടുണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊരു നിലപാടുണ്ടെന്ന് പറയാമായിരുന്നു. ഇവിടുത്തെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തെ കയ്യിൽ സമസ്തയും വലത്തെ കയ്യിൽ വെള്ളാപ്പള്ളിയും. അങ്ങനെ തന്നെയാണ് ഇടത് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കേരളത്തിൽ കൃത്യമായി ചിന്തിക്കുന്ന, ബോധ്യമുള്ള, രാഷ്ട്രീയ ബോധ്യമുള്ള ആർക്കും മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്.